Good morning. Today we are going to discuss about the mutation theory of Hugo De Vries. Mutation theory of Hugo De Vries. Hugo De Vries, a Dutch botanist, one of the independent rediscoveries of mentalism, put forward his views regarding the formation of new species in 1901. ഹ്യൂഗോ ഡി വെറിസ് എന്ന് പറയുന്ന ഒരു ഡച്ച് ബൊട്ടാനിസ്റ്റാണ്. അദ്ദേഹം മെൻ്റലിസം റീഡിസ്കവർ ചെയ്ത ഒരു സയൻറ്റിസ്റ്റുകളിൽ ഒരാളാണ് ഹ്യൂഗോ ഡി വെറിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യൂസ് റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്, പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂസ് 1901 അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തത്. ഹി ഓൾസോ മെറ്റ് സം ഓഫ് ദ ഒബ്ജെക്ഷൻസ് ഫൗണ്ട് ഇൻ ഡാർവിൻസ് തിയറി. ഡാർവിൻസ് തിയറിയിലെ ചില ഒബ്ജെക്ഷൻസും അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹിം, ന്യൂ സ്പീഷീസ് ആർ നോട്ട് ഫോം ബൈ കണ്ടിന്യൂസ് വേരിയേഷൻസ് but by sudden appearance of variations which he named as mutations. ഹ്യൂഗോ ഡി വെറിസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് പുതിയ സ്പീഷീസ് ഫോം ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് അനുസരിച്ചല്ല. മെൻ്റലിസത്തിനകത്തൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഹ്യൂഗോ ഡി വെറിസ് പറയുന്ന കണ്ടിന്യൂസ് വേരിയേഷൻസ് വഴിയല്ല പുതിയ സ്പീഷീസ് ഫോം ചെയ്തേക്കുന്നത്. പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ടൊരു പുതിയ വേരിയേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. സഡൻ അപ്പിയറൻസ് ഓഫ് വേരിയേഷൻസ് വഴിയാണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്തതെന്നാണ് ഹ്യൂഗോ ഡി വെറിസ് പറയുന്നത്. അദ്ദേഹം ആ സഡൻ അപ്പിയറൻസ് ഓഫ് വേരിയേഷൻസിനെ മ്യൂട്ടേഷൻസ് എന്നാണ് വിളിച്ചത്. ഹ്യൂഗോ ഡി വെറിസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് മ്യൂട്ടേഷൻസ് ആർ ഹെറിറ്റബിൾ ആൻഡ് പെർസിസ്റ്റൻറ്റ് സക്സസീവ് ജനറേഷൻസ്. ഹ്യൂഗോ ഡി വെറിസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, മ്യൂട്ടേഷൻസ് ഹെറിറ്റബിൾ ആണ്, ജനറ്റിക്കലി ട്രാൻസ്ഫേർഡ് ആണ്. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. സക്സസീവ് ജനറേഷൻസിനകത്ത് അത് പെർസിസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. ഒരു ജനറേഷനിൽ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ജനറേഷനിലും അത് പെർസിസ്റ്റ് ചെയ്തുകൊണ്ട് കാണാറുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് പുതിയ സ്പീഷീസ് ഫോം ചെയ്തേക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് വഴിയല്ല, പെട്ടെന്നൊരു വേരിയേഷൻ, സഡൻ ആയിട്ടൊരു വേരിയേഷൻ അപ്പിയർ ചെയ്യുന്ന വഴിയാണ്. ആ സഡൻ വേരിയേഷൻസിനെ അദ്ദേഹം മ്യൂട്ടേഷൻസ് എന്നാണ് പറഞ്ഞത്. ഹ്യൂഗോ ഡി വെറിസ് പറഞ്ഞു പിന്നീട് മ്യൂട്ടേഷൻസ് എല്ലാം ഹെറിറ്റബിൾ ആണ്, സക്സസീവ് ജനറേഷൻസിൽ അത് പെർസിസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ബൈ ഹ്യൂഗോ ഡി വെറിസ്. ഹി കണ്ടക്റ്റഡ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഓണിയോത്തുര ലാമാർക്കിന, ഈവനിങ് പ്രൈംറോസ് ആൻഡ് ഫൗണ്ട് സെവറൽ ആബ്രന്റ് ടൈപ്സ്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത് ഓണിയോത്തുര ലാമാർക്കിന എന്ന് പറഞ്ഞ ഈവനിങ് പ്രൈംറോസ് എന്ന് പറഞ്ഞ പേരുള്ള സ്പീഷീസിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്തത്. When Oniothera lamarckina was self-pollinated, its seeds were allowed to grow and majority of the F1 plants were similar to the parents, but a few were different plants. ഈ പ്ലാന്റ് ഓണിയോത്തറ ലാമാർക്കിനെ അല്ലെങ്കിൽ ഈവനിങ് പ്രൈംറോസിനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം സെൽഫ് പോളിനേറ്റ് ചെയ്ത് അതിൻ്റെ സീഡ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് അലൗ ചെയ്ത് കഴിഞ്ഞപ്പം മജോറിറ്റി ഓഫ് ദ F1 പ്ലാന്റ്സ്, ഫസ്റ്റ് ജനറേഷനിൽ ഫോം ചെയ്ത മിക്ക പ്ലാന്റ്സും പേരൻസ് എങ്ങനെയാണോ അവരുടെ സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് കാണിച്ചത്. പക്ഷേ കുറച്ച് പ്ലാന്റ്സ് മാത്രം പേരൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് കിട്ടി. The different plants were also self-pollinated and when their seeds were sown, the majority of the plants were similar to the parents while a few were still more different plants and this continued generation after generation. ഇനി ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ അദ്ദേഹം വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തു. ആദ്യം ഈവനിങ് പ്രൈംറോസിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സീഡ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് അലൗ ചെയ്തപ്പോൾ മിക്ക പ്ലാന്റ്സും പേരൻസിന് സിമിലർ ആയിട്ടുള്ളത് കിട്ടി, വളരെ കുറച്ച് മാത്രം ഡിഫറെൻ്റ് ആയിരുന്നു പേരൻസിൽ നിന്ന്. ഇനി ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് അവരുടെ സീഡ്സിനെ സോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മജോറിറ്റി ഓഫ് ദ പ്ലാന്റ്സും പേരൻസുമായിട്ട് സിമിലർ ആയിരുന്നു, പക്ഷേ ഫ്യൂ സ്റ്റിൽ മോർ ഡിഫറെൻ്റ് ആയിരുന്നു അവരുടെ പേരൻറ്റ് പ്ലാന്റ്സിനേക്കാൾ. ഇത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ പല ജനറേഷൻസിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് നോക്കി. മിക്ക ജനറേഷൻസിലും ഈ സെയിം ഇത് തന്നെ അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റി. ദീസ് പ്ലാന്റ്സ് അപ്പിയർ ടു ബി ന്യൂ സ്പീഷീസ്. ഹ്യൂഗോ ഡി വെറിസ് suggested from his experiments that new types of inherited characters may appear suddenly without any previous indication of their presence in the race. ഈ പ്ലാന്റ്സ് അദ്ദേഹം ന്യൂ സ്പീഷീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്ത്. ഹ്യൂഗോ ഡി വെറിസ് സജസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് പുതിയ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ന്യൂ ടൈപ്സ് ഓഫ് ഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് പെട്ടെന്ന് തന്നെയാണ് പുതിയ ടൈപ്പ് ഓഫ് ഹെറിറ്റഡ് ക്യാരക്ടേഴ്സ്, അതായത് പേരൻറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ സഡൻ ആയിട്ടാണ് ഓരോ ജനറേഷനിലും അപ്പിയർ ചെയ്തത്. പ്രീവിയസ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ഉണ്ടായില്ല, അതിനെപ്പറ്റി ഒരു പ്രീവിയസ് ഇൻഡിക്കേഷൻ ആ റേസിനകത്ത് ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെയാണ് ആദ്യം F1 ജനറേഷൻ ഫോം ചെയ്തപ്പോൾ മിക്കതും പേരൻസുമായിട്ട് സിമിലർ ആയിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ കുറച്ചെണ്ണം പേരൻറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കിട്ടി. വീണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ മജോറിറ്റി പേരൻസിന് സിമിലർ ആയിരുന്നു, പിന്നെയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളവരെ കിട്ടി. പെട്ടെന്ന് സഡൻ ആയിട്ടാണ് പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സ് ഫോം ചെയ്തതെന്നാണ് അതിൻ്റെ ഒരു പ്രീവിയസ് ഇൻഡിക്കേഷൻ റേസിനകത്ത് കണ്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്.
Hugo De Vries believed that mutation causes evolution and not the minor heritable variations which was mentioned by Darwin. Hugo De Vries പറഞ്ഞത് മ്യൂട്ടേഷൻസ് ആണ് എവല്യൂഷന് കാരണമായിട്ടുള്ളത്, അല്ലാതെ മൈനർ ആയിട്ടുള്ള ഹെറിറ്റബിൾ വേരിയേഷൻസ് അല്ല. ഡാർവിൻ പറഞ്ഞതുപോലെയുള്ള മൈനർ ആയിട്ടുള്ള വളരെ ചെറിയ ഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് കാരണമല്ല പുതിയ സ്പീഷീസ് ഇവോൾവ് ചെയ്ത് എവല്യൂഷൻ നടന്നത്. പകരം മ്യൂട്ടേഷൻസ് വഴിയാണ്, വളരെ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ടുള്ള വേരിയേഷൻസ് വഴിയാണ് പുതിയ സ്പീഷീസ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഹ്യൂഗോ ഡി വെറിസ് പറയുന്നത്. മ്യൂട്ടേഷൻസ് ആർ റാൻഡം ആൻഡ് ഡയറക്ഷണൽസ് വൈൽ ഡാർവിൻസ് വേരിയേഷൻസ് ആർ സ്മോൾ ആൻഡ് ഡയറക്ഷണൽ. മ്യൂട്ടേഷൻസ് റാൻഡം ആണ്, അതുപോലെ ഡയറക്ഷൻ ഇല്ലാതെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലാണ് മ്യൂട്ടേഷൻ പോകുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ റാൻഡം ആണ്, ലാർജ് വേരിയേഷൻസ് ആണ് സംഭവിക്കാറുള്ളത്. അങ്ങനെയാണ് മ്യൂട്ടേഷനെ പറ്റി ഹ്യൂഗോ ഡി വെറിസ് പറഞ്ഞത്. പക്ഷേ ഡാർവിൻ പറഞ്ഞത് വേരിയേഷൻസ് എല്ലാം വളരെ സ്മോൾ ആണ്, അവർക്കൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്, ഒരു ഡയറക്ഷണലായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഡാർവിൻ പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഡാർവിൻ, എവല്യൂഷൻ ഇസ് ഗ്രാജുവൽ, while Hugo De Vries believed that mutation caused species formation and hence known as saltation, single step large mutation. ഡാർവിൻ്റെ ഇതനുസരിച്ച് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാജുവൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. പക്ഷേ ഹ്യൂഗോ ഡി വെറിസ് ബിലീവ് ചെയ്തത് മ്യൂട്ടേഷൻ വഴിയാണ് സ്പീഷീസ് പെട്ടെന്ന് ഫോം ചെയ്തത്. അതുപോലെ അദ്ദേഹം അതിനെ സോൾട്ടേഷൻ എന്നാണ് പറഞ്ഞത്. അതായത് സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ വലിയൊരു ലാർജ് മ്യൂട്ടേഷനാണ് നടന്നത്. ഡാർവിൻ്റെ ഇതനുസരിച്ച് എവല്യൂഷൻ ഭയങ്കര ഗ്രാജുവലായിട്ട് പതുക്കെ ചെറിയ ചേഞ്ചസ് വന്ന് പുതിയ സ്പീഷീസ് ഫോം ചെയ്തു. ഹ്യൂഗോ ഡി വെറിസ് പറയുന്ന പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ടൊരു സ്പീഷീസ് ഫോം ചെയ്തത് അതൊരു ലാർജ് ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ച് പെട്ടെന്ന് തന്നെ ഫോം ചെയ്തു, ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ഇത് ചെയ്തിട്ടാണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. ഹ്യൂഗോ ഡി വെറിസ് അതിനെ സോൾട്ടേഷൻ എന്നാണ് പറഞ്ഞത്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ മ്യൂട്ടേഷൻ തിയറി. ഹ്യൂഗോ ഡി വെറിസിൻ്റെ തിയറീനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ പറ്റി നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് എബോവ് ഒബ്സർവേഷൻസ്, ഹ്യൂഗോ ഡി വെറിസ് in 1901 put forward a theory of evolution known as mutation theory. The theory states that evolution is a jerky process where new varieties and species are formed by mutations that function as raw material of evolution. ഹ്യൂഗോ ഡി വെറിസിൻ്റെ മ്യൂട്ടേഷൻ തിയറി അനുസരിച്ച് അദ്ദേഹം പറയുന്നത് എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ജർക്കി പ്രോസസ്സാണ്, ഒരു ജർക്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. പുതിയ വെറൈറ്റീസ് അല്ലെങ്കിൽ സ്പീഷീസ് ഫോം ചെയ്തത് മ്യൂട്ടേഷൻസ് വഴിയാണ്, അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് വഴിയാണ് പുതിയ വെറൈറ്റീസ് അല്ലെങ്കിൽ സ്പീഷീസ് ഫോം ചെയ്ത് അതാണ് റോ മെറ്റീരിയൽ ഓഫ് എവല്യൂഷനായിട്ട്, അതായത് മ്യൂട്ടേഷനാണ് എവല്യൂഷൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നതെന്നാണ് ഹ്യൂഗോ ഡി വെറിസ് അദ്ദേഹത്തിൻ്റെ മ്യൂട്ടേഷൻ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സിനകത്ത് ഫസ്റ്റ് വൺ ആണ് മ്യൂട്ടേഷൻസ് ഓർ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് ആർ റോ മെറ്റീരിയൽ ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. മ്യൂട്ടേഷൻസ് അപ്പിയർ ഓൾ ഓഫ് എ സഡൻ, ദേ ബിക്കം ഓപ്പറേഷണൽ ഇമീഡിയറ്റ്ലി. മ്യൂട്ടേഷൻസ് വളരെ പെട്ടെന്ന് തന്നെയാണ് അപ്പിയർ ചെയ്യണത്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അൺലൈക്ക് ഡാർവിൻസ് കണ്ടിന്യൂസ് വേരിയേഷൻസ് ഓർ ഫ്ലക്ച്വേഷൻസ്, mutations do not revolve around the mean or normal character of the species. ഡാർവിൻ്റെ കണ്ടിന്യൂസ് വേരിയേഷൻസും ഫ്ലക്ച്വേഷൻസും ഒക്കെ പറയുന്നത് പോലെയല്ല മ്യൂട്ടേഷൻസ് ഒരു മീൻ അല്ലെങ്കിൽ നോർമൽ ക്യാരക്ടർ ഓഫ് സ്പീഷീസിന് അറൗണ്ടായിട്ട് റിവോൾവ് ചെയ്യുന്നൊരു കാര്യമല്ല. മറ്റേ ഡാർവിൻ പറഞ്ഞത് വളരെ ചെറിയ വേരിയേഷൻസ് കണ്ടിന്യൂസ് ആയിട്ടൊരു സ്പീഷീസ് സംഭവിച്ചിട്ടാണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഹ്യൂഗോ ഡി വെറിസ് പറയുന്നത് മ്യൂട്ടേഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ക്യാരക്ടറിൻ്റെ ഏകദേശം അടുത്തേക്ക് വരുന്നൊരു ക്യാരക്ടർ ആയിക്കൊള്ളുന്നില്ല, ഒരു പെട്ടെന്ന് തന്നെ ഫോം ചെയ്തൊരു ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കാം പെട്ടെന്ന് തന്നെ ഫോം ചെയ്തതെന്നാണ് ഹ്യൂഗോ ഡി വെറിസ് പറയുന്നത്. സെയിം ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ക്യാൻ അപ്പിയർ ഇൻ എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. ഇനി ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ തന്നെ ഈ സെയിം സ്പീഷീസിൽ തന്നെ പല നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നും പറയുന്നു. ഓൾ മ്യൂട്ടേഷൻസ് ആർ ഇൻഹെറിറ്റബിൾ. എല്ലാ മ്യൂട്ടേഷൻസും ഹെറിഡിറ്ററി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ്. മ്യൂട്ടേഷൻസ് അപ്പിയർ ഇൻ ഓൾ കൺസീവബിൾ ഡയറക്ഷൻസ്. മ്യൂട്ടേഷൻസിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ പറയാനായിട്ട് പറ്റില്ല, ഡയറക്ഷനിലെസ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മ്യൂട്ടേഷൻ നടക്കാനായിട്ട് പറ്റും. യൂസ്ഫുൾ മ്യൂട്ടേഷൻസ് ആർ സെലക്ടഡ് ബൈ നേച്ചർ, ലീതൽ മ്യൂട്ടേഷൻസ് ആർ എലിമിനേറ്റഡ്. ഹൗവർ യൂസ്ലെസ് ആൻഡ് ലെസ് ഹാംഫുൾ വൺസ് ക്യാൻ പെർസിസ്റ്റ് ഇൻ ദ പ്രോജനി. യൂസ്ഫുൾ മ്യൂട്ടേഷൻസ് ആണ് സാധാരണയായിട്ട് നേച്ചർ സെലക്ട് ചെയ്യുന്നത്. ലീതലായിട്ടുള്ള അതായത് ഡെഡ്ലി ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നേച്ചർ. അതുപോലെ തന്നെ യൂസ്ലെസ്സും ലെസ് ഹാംഫുള്ളും ആണ് എങ്കിൽ അത് പ്രോജനിയിൽ പെർസിസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. പുതിയ ഓഫ് സ്പ്രിങ്ങിനകത്ത് യൂസ്ലെസ് ആയിട്ടുള്ള മ്യൂട്ടേഷനാണ്, പക്ഷേ അത് ലെസ് ഹാംഫുൾ ആണ് എങ്കിൽ അത് പ്രോജനിയിൽ കണ്ടുവരാറുമുണ്ടെന്ന്. അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻസ് പ്രൊഡ്യൂസ് ന്യൂ സ്പീഷീസ്. Sometimes a new species is produced from a
സിംഗിൾ മ്യൂട്ടേഷൻ. ഈ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ സ്പീഷീസ് ഫോം ചെയ്യാറുണ്ട്. ഒരു ന്യൂ സ്പീഷീസ് ഒരു സിംഗിൾ മ്യൂട്ടേഷൻ വഴി വരെ ഫോം ചെയ്യാനായിട്ട് പറ്റും. എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ജർക്കി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എവല്യൂഷൻ ഒരു ജർക്കി പ്രോസസ്സാണ്, അതുപോലെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. വേരിയേഷൻസ് 8th പോയിന്റ് നമ്മൾ പറഞ്ഞേക്കണ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്ന വഴിയാണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നത്. സംടൈംസ് ഒരു സിംഗിൾ ഒരു മ്യൂട്ടേഷൻ നടന്നാൽ തന്നെ പുതിയ സ്പീഷീസ് ഫോം ചെയ്യാമെന്നുള്ളതാണ്. 9th പോയിന്റ് പറഞ്ഞേക്കണ എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ജർക്കി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സുമാണ്. ഇനി പോയിന്റ്സ് ഇൻ ഫേവർ ഓഫ് ദ മ്യൂട്ടേഷൻ തിയറി. മ്യൂട്ടേഷൻ തിയറിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന്. മ്യൂട്ടേഷൻസ് ആർ ആക്ച്വലി ദ സോഴ്സ് ഓഫ് ഓൾ വേരിയേഷൻസ് ആൻഡ് ഹെൻസ് ഫൗണ്ട് ആൻഡ് ഹെഡ് ഓഫ് എവല്യൂഷൻ. മ്യൂട്ടേഷൻസ് എല്ലാ വേരിയേഷൻസിൻ്റെയും സോഴ്സാണ്, അതുകൊണ്ട് തന്നെ ഫൗണ്ട് ആൻഡ് ഹെഡ് ഓഫ് എവല്യൂഷൻ എന്ന് നമുക്ക് മ്യൂട്ടേഷൻ പറയാനായിട്ട് പറ്റും. മ്യൂട്ടേഷൻ തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ബോത്ത് പ്രോഗ്രസീവ് ആൻഡ് റിട്രോഗ്രസീവ് എവല്യൂഷൻ. മ്യൂട്ടേഷൻ തിയറി വെച്ച് നമുക്ക് മുന്നോട്ടുള്ള എവല്യൂഷനും അതുപോലെ പുറകിലോട്ടുള്ള റിട്രോഗ്രസീവ് ആയിട്ടുള്ള ഫോർവേഡ് എവല്യൂഷനെ നമ്മൾ പ്രോഗ്രസീവ് എന്ന് പറയും. മുന്നോട്ടുള്ള എവല്യൂഷനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ റിട്രോഗ്രസീവ് നമ്മുടെ താഴത്തേക്കുള്ള, അതായത് നമ്മുടെ പുറകിലോട്ടുള്ള എവല്യൂഷനെയും റിവേഴ്സ് എവല്യൂഷനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആസ് ദ റേഷ്യോ ഓഫ് മ്യൂട്ടേഷൻ ഇസ് നോട്ട് ദ സെയിം ഇൻ ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ദെയർ പാർട്സ്, മ്യൂട്ടേഷൻ തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഒക്കറൻസ് ഓഫ് ബോത്ത് ചേഞ്ച്ഡ് ആൻഡ് അൺചേഞ്ച്ഡ് ഫോംസ്. മ്യൂട്ടേഷൻ്റെ റേഷ്യോ സെയിം അല്ല എല്ലാ ഇൻഡിവിജ്വൽസിനകത്തും അല്ലെങ്കിൽ എല്ലാ പാർട്സിനകത്തും സെയിം അല്ലാത്തതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻ തിയറി വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്തതും അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ഫോംസിൻ്റെയും ഒക്കറൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആ നമ്പർ ഓഫ് മ്യൂട്ടേഷൻസ് ഹാവ് അപ്പിയർഡ് ഇൻ ദ പാസ്റ്റ്. കുറേ അധികം മ്യൂട്ടേഷൻസ് പാസ്റ്റിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മ്യൂട്ടേഷൻസ് പാസ്റ്റിൽ നടന്നിട്ടുള്ളതിന് എക്സാമ്പിളാണ് ആൻകോൺ ഷീപ്പ് ഇസ് എ ഷോർട്ട് ലെഗ്ഡ് വെറൈറ്റി വിച്ച് അപ്പിയർഡ് സഡൻലി ഇൻ മസാച്യൂസെറ്റ്സ് ഇൻ 1791. ഇതിനകത്ത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫോട്ടോ ആക്ച്വലി ആൻകോൺ ഷീപ്പ് എന്ന് പറഞ്ഞൊരു ഷീപ്പാണ്. അതിന് ഷോർട്ട് ലെഗാണ്, അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. പിന്നെ ഉള്ളതാണ് ഹോൺലെസ് കാറ്റൽ. രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഹോൺലെസ് കാറ്റലാണ്. അത് പെട്ടെന്ന് തന്നെ ഹോൺഡ് കാറ്റലിൽ നിന്ന് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു പുതിയ വെറൈറ്റിയാണ്. പിന്നെ ഉള്ളതാണ് ഹോൺഡ് കാറ്റൽ എന്നാണ് ഇൻ 1889. ഹോൺലെസ് കാറ്റിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു പെട്ടെന്നൊരു മ്യൂട്ടേഷൻ നടന്ന് ഹോൺഡായിട്ടുള്ള കാറ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ മ്യൂട്ടേഷൻ വഴിയാണ് പ്ലാന്റ്സിനകത്തായാലും ഡെലീഷ്യസ് ആപ്പിൾ, സൈസർ ഗിഗാസ്, നോവൽ ഓറഞ്ച്, റെഡ് സൺഫ്ലവർ ഒക്കെ പെട്ടെന്നൊരു സിംഗിൾ മ്യൂട്ടേഷൻ വഴി ഉണ്ടായതാണ്. പിന്നെ ഹെയർലെസ് കാറ്റ്സും അതുപോലെ ഡബിൾ ടോയ്ഡ് ആയിട്ടുള്ള കാറ്റ്സും അതും മ്യൂട്ടേഷൻസ് വഴി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അതും ഞാനിവിടെ ഫോട്ടോ ആയിട്ട് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഹെയർലെസ് കാറ്റിലും അതുപോലെ ഡബിൾ ടോയ്ഡ് ആയിട്ടുള്ള വിരലുകളെല്ലാം ഡബിൾ ആയിട്ട് കാണുന്ന ഒരു കാറ്റും അതും എല്ലാം ഡെവലപ്പ് ചെയ്തേക്കുന്നത് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് മ്യൂട്ടേഷൻസ് വഴി. മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും, അതായത് നമുക്ക് തന്നെയായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ടും പറ്റും. ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻസ് വഴിയാണ് പുതിയ വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി പോയിൻറ്റ്സ് അഗൈൻസ്റ്റ് ദ മ്യൂട്ടേഷൻ തിയറി അല്ലെങ്കിൽ ക്രിറ്റിസിസം ഓഫ് ദ മ്യൂട്ടേഷൻ തിയറി. ഓണോത്തുര ലാമാർക്കിന ഓഫ് ഹ്യൂഗോ ഡി വെറിസ് വാസ് നോട്ട് എ നോർമൽ പ്ലാന്റ് ബട്ട് എ കോംപ്ലക്സ് ഹെട്രോസൈഗസ് ഫോം വിത്ത് ക്രോമസോമൽ അബ്രേഷൻസ്. നമ്മുടെ മ്യൂട്ടേഷൻ തിയറിയിൽ ഹ്യൂഗോ ഡി വെറിസ് എക്സ്പെരിമെൻറ്റ് നടത്തിയ പ്ലാന്റ് ആണ് ഈവനിങ് പ്രൈംറോസ് എന്ന് പറയുന്ന പ്ലാന്റ്, അല്ലെങ്കിൽ ഓണിയോത്തുര ലാമാർക്കിന എന്ന് പറയുന്ന പ്ലാന്റ്. ഈ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു നോർമൽ ആയിട്ടുള്ള പ്ലാന്റ് അല്ല, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ക്രോമസോമൽ അബ്രിയേഷൻസ് ഒക്കെ അബ്നോർമാലിറ്റീസ് ഒക്കെ കുറേ അധികം ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്. സോ ഇതൊരു അതിലാണ് ഹ്യൂഗോ ഡി വെറിസ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. സോ ഈ തിയറിയിൽ അതുകൊണ്ട് തന്നെ തെറ്റ് പറ്റുകയുണ്ടാവാം എന്നുള്ളത്. പിന്നെ നാച്ചുറൽ മ്യൂട്ടേഷൻസ് ആർ നോട്ട് കോമൺ എസ് ഹ്യൂഗോ ഡി വെറിസ് തോട്ട് ദം ടു ഒക്കെ. നേച്ചറിൽ മ്യൂട്ടേഷൻസ് അത്ര കോമൺ അല്ല, നാച്ചുറൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് അത്ര കോമൺ അല്ല ഹ്യൂഗോ ഡി വെറിസ് പറഞ്ഞതുപോലെ. മോസ്റ്റ് ഓഫ് ദി മ്യൂട്ടേഷൻസ് ആർ നെഗറ്റീവ് ഓർ റിട്രോഗ്രസീവ്. മിക്ക മ്യൂട്ടേഷൻസും ഹാംഫുൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ്, അല്ലെങ്കിൽ ലീതൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ്. അതാണ് നെഗറ്റീവ് അല്ലെങ്കിൽ റിട്രോഗ്രസീവ് എന്ന് പറഞ്ഞേക്കണം. മ്യൂട്ടേഷൻസ് ആർ ജനറലി റെസസീവ് വൈൽ ട്രേറ്റ്സ് ടേക്കിംഗ് പാർട്ട് ഇൻ എവല്യൂഷൻ ആർ യൂഷ്വലി ഡോമിനൻറ്റ്. മ്യൂട്ടേഷൻസ് സാധാരണയായിട്ട് റെസസീവ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ്, പക്ഷേ എവല്യൂഷനിൽ സാധാരണയായിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. മ്യൂട്ടേഷൻ തിയറി കനോട്ട് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മിമിക്രി, മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പോളിനേറ്റിംഗ് ഇൻസെക്ട്സ്. മ്യൂട്ടേഷൻ തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പ്ലാന്റ്സിനകത്ത് അല്ലെങ്കിൽ ആനിമൽസിനകത്ത് ചില ആനിമൽസ് വേറെ ആനിമൽസിനെ മിമിക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മിമിക്രിയുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഫ്ലവേഴ്സും പോളിനേറ്റിംഗ് ആയിട്ടുള്ള ഇൻസെക്ട്സും തമ്മിലൊരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഉണ്ട്, എന്നാലാണ് അവർക്ക് പോളിനേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഫ്ലവേഴ്സും
പോളിനേറ്റിംഗ് ഇൻസ്റ്റൻസും തമ്മിലുള്ള ആ മ്യൂച്വൽ ഡിപ്പെൻഡൻസി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മ്യൂട്ടേഷൻ തിയറീനെ കൊണ്ട് പറ്റിയിട്ടില്ല. ദിസ് തിയറി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് നേച്ചർ. അതുപോലെ നേച്ചറിന് എന്താണ് റോൾ എന്നുള്ളതും ഈ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇതൊക്കെയാണ് മ്യൂട്ടേഷൻ തിയറിയുടെ ക്രിറ്റിസിസം അല്ലെങ്കിൽ പോയിൻറ്റ്സ് അഗൈൻസ്റ്റ് ദ മ്യൂട്ടേഷൻ തിയറി. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂഗോ ഡി വെറിസ് മ്യൂട്ടേഷൻ തിയറി. ദിസ് തിയറി ഗീവ്സ് ഡയറക്റ്റ് അറ്റൻഷൻ ടു മ്യൂട്ടേഷൻ. ഡയറക്റ്റായിട്ട് മ്യൂട്ടേഷനെ പറ്റി ഒരു അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു തിയറിയാണ്. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് വാസ് തോട്ട് ദാറ്റ് എവല്യൂഷൻ കനോട്ട് ഒക്കർ ബൈ മ്യൂട്ടേഷൻ അലോൺ. പിന്നീട് നമുക്ക് മനസ്സിലായി എവല്യൂഷൻ നടക്കുന്നത് മ്യൂട്ടേഷൻ കൊണ്ട് മാത്രമല്ല. നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് മ്യൂട്ടൻസ് വെർ ഓൾസോ എസെൻഷ്യൽ ഫോർ എവല്യൂഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും അതുപോലെ മ്യൂട്ടൻസിൻ്റെ ഐസൊലേഷനും എസെൻഷ്യലാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്. താങ്ക് യു.